നമസ്കാരം. ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. JS സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് നിയമിതനായ പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ രാജിവെച്ചു. ഡോക്ടർ PC ശശീന്ദ്രനാണ് ഗവർണർക്ക് രാജിക്കത്ത് നൽകിയത്. 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി വിവാദമായതിനെ തുടർന്നാണ് രാജി. വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി പിൻവലിച്ചു. സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് 33 വിദ്യാർത്ഥികളെ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ 31 പേർ ഒന്നാം വർഷ വിദ്യാർത്ഥികളും 2 സീനിയർ വിദ്യാർത്ഥികളും ഉൾപ്പെടും. സിദ്ധാർത്ഥനെ വിചാരണ ചെയ്യുകയോ മർദ്ദിക്കുകയോ ചെയ്യാത്തവരാണ് ഇവരെന്ന് ആന്റി റാഗിംഗ് സെൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. സസ്പെൻഷൻ കാലാവധി പൂർത്തിയായതോടെ ഇവർ നൽകിയ അപ്പീൽ പരിഗണിച്ച് സസ്പെൻഷൻ VC പിൻവലിച്ചു. ഇത് രാഷ്ട്രീയ വിവാദമായതോടെ VC കേസ് അട്ടിമറിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇതിന്റെ അകത്ത് പെട്ടിരിക്കുന്ന ഉന്നതരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ടാണ് ഈ നടപടി ചെയ്തിരിക്കുന്നത്. അതിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സർവകലാശാല അധികൃതരും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കാര്യങ്ങളാണ് കാണുന്നത്. വിഷയത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ റിപ്പോർട്ട് തേടുകയും സസ്പെൻഷൻ പിൻവലിച്ച നടപടി റദ്ദാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് രാജി. നിയമാനുസൃതമായാണ് ഇടപെട്ടതെന്ന് VC ഗവർണർക്ക് വിശദീകരണം നൽകി. വ്യക്തിപരമായാണ് രാജിയെന്നും കത്തിൽ പരാമർശമുണ്ട്. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സിദ്ധാർത്ഥന്റെ കുടുംബവും രംഗത്തെത്തി. പിതാവ് ജയപ്രകാശ് ഗവർണറെ നേരിൽ കണ്ട് പരാതി അറിയിച്ചു. 33 സസ്പെൻഡ് ചെയ്ത ഒരു കാരണമില്ലാതെ VC തിരിച്ചെടുത്തു. ആരോട് വിശദീകരണം പോലും ചോദിച്ചില്ല. ഇതൊക്കെ ഡെയിലി കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് എൻ്റെ വിഷമവും കൂടെ അറിയിക്കണമല്ലോ. ചാൻസലറല്ല, ചാൻസലറിനെ ഒന്ന് അറിയിക്കണം. അല്ല, ഗവർണറെക്കാളുപരി അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ്. അതേസമയം 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി സർവകലാശാല റദ്ദാക്കി. നാളെ മുതൽ 7 പ്രവൃത്തി ദിനത്തേക്കാണ് സസ്പെൻഷൻ നീട്ടിയത്. ഹോസ്റ്റൽ ഒഴിയാനും വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകി. 24 വയനാട്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വൈകുന്നു. ഈ മാസം 9 വിജ്ഞാപനം ഇറക്കിയിട്ടും 16-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ CBIക്ക് കത്ത് നൽകിയത്. സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയ 9-ാം തീയതി തന്നെ വിജ്ഞാപനം ഇറക്കിയെങ്കിലും 16-ാം തീയതിയാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാനുള്ള കത്ത് നൽകിയത്. വിജ്ഞാപനത്തിന്റെയും കത്തിന്റെയും പകർപ്പ് 24-ന് ലഭിച്ചു. കൊലപാതകം തന്നെ. മലപ്പുറം കാളികാവ് 2 വയസ്സുകാരി നേരിട്ടത് അതിക്രൂര മർദ്ദനം. കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണകാരണം. കുട്ടിയുടെ തലച്ചോർ ഇളകിയ നിലയിലായിരുന്നുവെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടി മരിച്ചിക്കണ്, എന്താ സംഭവിച്ചു വെച്ച് അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതെന്ന്. പറഞ്ഞു ഇഞ്ച് കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല, ഇഞ്ച് കുട്ടിക്ക് ഒരു അസുഖമല്ല, ഇഞ്ച് കൊന്ന തന്നെ കറണ്ട് കുട്ടിനെ പറഞ്ഞിട്ടല്ലോ ഒന്ന് കൊണ്ടുപോയിട്ട്. മരിച്ച ഫാത്തിമ നസ്റിന്റെ മാതാവിന്റെയും ബന്ധുക്കളുടെയും ആരോപണം ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിതാവ് മുഹമ്മദ് ഫായിസിന്റെ മർദ്ദനത്തിൽ കുഞ്ഞിന്റെ തലച്ചോറിളകി. തലയിൽ രക്തം കട്ടപിടിച്ച നിലയിലും വാരിയലുകൾ തകർന്ന അവസ്ഥയിലുമായിരുന്നു. കുട്ടിയുടെ തലയിലും നെഞ്ചിലുമേറ്റ പരിക്കുകളാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലുള്ള പിതാവ് മുഹമ്മദ് ഫായിസിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഫാത്തിമ നസ്റിനെ അബോധാവസ്ഥയിൽ മുഹമ്മദ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചത്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ബോധം പോയതാണെന്നാണ് ഡോക്ടേഴ്സിനോട് പറഞ്ഞത്. എന്നാൽ കുട്ടിയെ പരിശോധിച്ചപ്പോൾ മരണം സ്ഥിരീകരിച്ചു. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ക്രൂരമർദ്ദനം നടന്നതിന്റെ തെളിവ് ലഭിച്ചത്. നേരത്തെ മുഹമ്മദ് ഫായിസിനെതിരെ ഭാര്യ ഷഹബത്ത് നൽകിയ പരാതി ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഇവന്റെ പേരിൽ ആദ്യം കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മുമ്പായിട്ട് തന്നെ ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മയാണെങ്കിലും ഇവന്റെ പെങ്ങളാണെങ്കിലും ഫോൺ വിളിച്ചിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി വീട്ടിലൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാവരും വരുമ്പോഴത്തേന് ഇവര് അവിടുന്ന് വണ്ടി എടുത്ത് പോവുക, പിന്നെ ഫോൺ വിളിച്ചിട്ട് അനാവശ്യം പറയാ. 24 മലപ്പുറം. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി V മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് LDF. പ്രചാരണ ബോർഡുകളിൽ മതചിഹ്നം ഉപയോഗിച്ചെന്നാണ് പരാതി. പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് V മുരളീധരൻ പ്രതികരിച്ചു. തൃശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഫ്ലെക്സിൽ മതചിഹ്നം ഉപയോഗിച്ചെന്ന് UDF പരാതി നൽകി. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വർക്കലയിലാണ് മതചിഹ്നം പതിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്.
പ്രധാനമന്ത്രിയുടെയും സ്ഥാനാർത്ഥിയുടെയും ചിത്രത്തോടൊപ്പമാണ് മതചിഹ്നവുമുള്ളത്. ഇതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. CPIM ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള C. ജയൻ ബാബുവാണ് കമ്മീഷനെ സമീപിച്ചത്. പരാതികൾ ഉയർന്നതിന് പിന്നാലെ BJP പ്രവർത്തകർ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു. LDF നൽകിയ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചാൽ മറുപടി നൽകുമെന്നുമാണ് V. മുരളീധരന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെയും LDF കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. 24 തിരുവനന്തപുരം. MM മണി MLAക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി കോൺഗ്രസ് നേതാവ് OR ശശി. MM മണിയുടെ മുഖത്ത് നോക്കുന്നത് ചുട്ട കശുവണ്ടി നോക്കുന്നത് പോലെ എന്നാണ് പരാമർശം. മൂന്നാറിൽ നടന്ന UDF കൺവെൻഷനിലായിരുന്നു വിവാദ പരാമർശം. ഡീൻ കുര്യാക്കോസിന്റെ മാതാപിതാക്കൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ടായത്. അത് മണി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, മണിയുടെ അപ്പൻ നല്ല ചക്കുക്കുരു പോലെ ഇരുന്നയാളാണല്ലോ മാധവശാന്തി, അല്ലെ? പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ MM മണി ഈ ചുട്ട കശുവണ്ടി പോലെയായി പോയത് എന്ന് നിങ്ങൾ ആലോചിക്കേ. ഡീനിന്റെ മാതാവ് പ്രസവിച്ചത് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്ല. ഡീനെ പ്രസവിച്ചത് മണിയായി ഏതാണ്ട് പാറമടയില്ല. അവശേഷിച്ച 4 മണ്ഡലങ്ങളിൽ കൂടി BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 3 മണ്ഡലങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി. ജയസാധ്യത പരിഗണിക്കാതെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വയനാട്ടിലിറക്കി കരുത്ത് കാണിക്കാനാകുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെ വേഗത്തിൽ നടത്തി തിരഞ്ഞെടുപ്പിൽ ആദ്യം കളം പിടിച്ചത് ഇടതുമുന്നണിയാണ്. പിന്നാലെ വന്ന UDF ആകട്ടെ തൃശൂരിൽ K. മുരളീധരനെ അടക്കമിറക്കി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. BJP 4 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ 20 മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായി. സ്ഥാനാർത്ഥികളെയും വോട്ട് കണക്കും പരിശോധിക്കുകയാണെങ്കിൽ 3 മണ്ഡലങ്ങളിൽ ത്രികോണ പോരാകും ഇക്കുറി നടക്കുക. തൃശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കിയെന്ന പ്രചരണത്തിനാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം. ജയസാധ്യത കുറവാണെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ പരമാവധി വോട്ടുകൾ സമാഹരിക്കുകയാണ് BJP ലക്ഷ്യം. സിറ്റിംഗ് MPയും KPCC അധ്യക്ഷനുമായ K. സുധാകരനെ കണ്ണൂരിൽ അട്ടിമറിക്കാനാണ് CPIMന്റെ നീക്കം. പൗരത്വ നിയമം പരമാവധി ചർച്ചയാക്കുന്നുണ്ട് LDF ക്യാമ്പ്. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ സമീപനവും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലെ ഇടതുമുന്നണിയുടെ പ്രധാന ചർച്ചകളാണ്. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ സമീപനങ്ങളും മാസപ്പടി വിവാദവും ദൂർത്തും ഉൾപ്പെടെ UDF ഉയർത്തുന്നു. BJPയുമായുള്ള ബാന്ധവം ഇടതു വലത് മുന്നണികൾ ഒരേപോലെ ആരോപിക്കുന്നു. പത്മജ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ കൂടുമാറ്റമാണ് BJPയുടെ പ്രധാന രാഷ്ട്രീയ ആയുധം. 24 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിക്കെതിരെ BJP സ്ഥാനാർത്ഥിയായി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എത്തുന്നതോടെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമായി. മണ്ഡലത്തിലെത്തുന്ന സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ ജില്ലാ നേതൃത്വം പൂർത്തിയാക്കി. രാഹുൽ ഗാന്ധി എന്നാണ് മണ്ഡലത്തിലെത്തുക എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ല. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതിനാൽ LDF സ്ഥാനാർത്ഥി ആനി രാജ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വയനാട് മണ്ഡലത്തിൽ K. സുരേന്ദ്രന്റെ വരവ് എന്ത് ചലനമുണ്ടാക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. NDAക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ 85,000-ലധികം വോട്ടുകൾ ഇവിടെ ലഭിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രഭാവത്തിൽ കഴിഞ്ഞ തവണ നേടാനായത് വെറും 68,000 വോട്ടുകളാണ്. ശക്തമായ രാഷ്ട്രീയ മത്സരമെന്ന സന്ദേശം നൽകാനാണ് K. സുരേന്ദ്രന്റെ വരവോടെ BJP ശ്രമിക്കുന്നത്. അമേഠി വയനാട്ടിൽ ആവർത്തിക്കുമെന്നാണ് സുരേന്ദ്രന്റെ ആത്മവിശ്വാസം. മോദിജിയുടെ ഗ്യാരണ്ടി വയനാടിന് ശരിക്കും അർഹതപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ആസ്പിറേഷൻ ജില്ലയാണ്. പക്ഷെ രാഹുൽ ഗാന്ധി ഒന്നും ചെയ്തില്ല. രാഹുൽ ഗാന്ധി അവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നിരിക്കുന്നതാണ്. എനിക്കെന്തായാലും പെർമനന്റ് വിസയാണ്. ഞാൻ 2 സ്ഥാനാർത്ഥികളും ടൂറിസ്റ്റ് വിസയിലാണ്. അവര് 26-ാം തീയതി കഴിഞ്ഞാൽ പോകും. ഞാനിവിടെ തന്നെ ഉണ്ട്. എതിരാളി ആരെന്നു നോക്കിയല്ല LDF സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചെന്നായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രതികരണം. ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനാൽ പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലാണ് ആനി രാജ. എതിരാളി ആരെയെന്ന് നോക്കിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികൾക്കും മത്സരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇപ്പം BJPയുടെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഞങ്ങളുടെ ക്യാമ്പയിനുമായി, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനവുമായി ഞങ്ങൾ വളരെ മുന്നിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. NDAയിൽ ഉൾപ്പെട്ട റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇക്കുറി വയനാട്ടിൽ മത്സരരംഗത്തുണ്ട്. മത്സരരംഗത്തുനിന്ന് പിന്നോട്ടില്ലെന്ന് സ്ഥാനാർത്ഥി നുസ്രത് ജഹാൻ. ഇതൊരു ധർമ്മയുദ്ധമാണ്. ധർമ്മയുദ്ധത്തിൽ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്തായാലും നമ്മൾക്ക് ഇവിടെ ഒരു പിളർപ്പുണ്ടാക്കാൻ ഞങ്ങളില്ല. അപ്പോൾ അത് അവർ തമ്മിലായിക്കോട്ടെ, നേതാക്കൾ തമ്മിലുള്ളതിൽ നമ്മൾ ഇതില്ലേ, നമ്മൾ അയച്ച ആള് നമ്മൾ യുദ്ധം ചെയ്യുക,
സുരേന്ദ്രൻ അയച്ച ആളോട് സുരേന്ദ്രന് യുദ്ധം ചെയ്യണമല്ലോ. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CK ജാനുവിന് K സുരേന്ദ്രൻ കോഴ നൽകിയെന്ന പരാതി ഉന്നയിച്ച പ്രസീദ അഴീക്കോടും ഇക്കുറി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. 24 വയനാട്. അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. 6ാം ഘട്ട പട്ടികയിലും ഇരു മണ്ഡലങ്ങളും ഒഴിച്ചിട്ടതോടെ ഇവിടെ ആര് മത്സരിക്കും എന്ന് അറിയേണ്ടതുണ്ട്. രാജസ്ഥാൻ, തമിഴ്നാട് സീറ്റുകളിലെ 5 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്ന് പ്രഖ്യാപിച്ചു. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് തലവേദനയായി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. രാജസ്ഥാനിലെ കോട്ട, അജ്മീർ, ഭിൽവാഡ, രാജ്നമന്ദ്, തമിഴ്നാട്ടിലെ തിരുനെൽവേലി സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. BJP വിട്ടുവന്ന പ്രഹ്ലാദ് ഗുഞ്ചാർ രാജസ്ഥാനിലെ കോട്ടയിൽ സ്ഥാനാർത്ഥിയാകും. അതേസമയം അമേഠിയിലും റായ്ബറേലിയിലും സസ്പെൻസ് തുടരുകയാണ്. 6ാം പട്ടികയിലും ഇരു മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടതോടെ മണ്ഡലത്തിലേക്ക് ആരെത്തും എന്ന ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ്. നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലം ഉപേക്ഷിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് ഒരു വിഭാഗം നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേഠി നേരത്തെ നഷ്ടമായതാണെങ്കിലും ഇത്തവണ സോണിയ മത്സരരംഗത്ത് നിന്ന് മാറിയ സാഹചര്യത്തിൽ പ്രിയങ്ക എത്തിയില്ലെങ്കിൽ റായ്ബറേലിയും കൈവിട്ടുപോകുമെന്നാണ് പ്രവർത്തകരുടെ ആശങ്ക. സിറ്റിംഗ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം വൈകുന്നതിൽ ഒരു വിഭാഗം അതൃപ്തിയിലാണ്. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അസമിൽ നവോബോയ്ഷ MLA ഭരത് നാരഹാണ് ഒടുവിൽ പാർട്ടി വിട്ടത്. BJPയിലേക്കാണെന്നാണ് സൂചന. 24 ഡൽഹി. തമിഴ്നാട്ടിൽ AIADMK 33 മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക നൽകി. ഉച്ചയോടെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചത്. ചെന്നൈയിലും നീലഗിരിയിലും പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായി. MPമാരായ TR ബാലു, L മുരുകൻ, തമിഴ്ച്ചി തങ്കപാണ്ഡ്യൻ, ജ്യോതിമണി, മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ, മുൻ മുഖ്യമന്ത്രി O പനീർസെൽവം, വിജയകാന്തിന്റെ മകൻ വിജയ് പ്രഭാകർ, വൈക്കോയുടെ മകൻ ദുരൈ വൈക്കോ തുടങ്ങിയ പ്രമുഖരും ഇന്ന് പത്രിക നൽകി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അന്വേഷണത്തോട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മദ്യനയ രൂപീകരണ സമയത്ത് ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എവിടെ എന്ന EDയുടെ ചോദ്യത്തോട് മറന്നുപോയി എന്ന മറുപടിയാണ് കെജ്രിവാൾ നൽകിയത്. കസ്റ്റഡിയിൽ ഇരിക്കെ കെജ്രിവാൾ ഇറക്കിയ ഉത്തരവിലും ED അന്വേഷണം ഊർജിതമാക്കി. കെജ്രിവാളിന്റെ അറസ്റ്റിൽ സമൂഹമാധ്യമങ്ങളിലൂടെ ആം ആദ്മി പാർട്ടി പിന്തുണ തേടി. മദ്യനയ അഴിമതി കേസിൽ സമൻസുകൾ അവഗണിച്ച കെജ്രിവാൾ നിലവിലെ അന്വേഷണത്തോടും സഹകരിക്കുന്നില്ലെന്നാണ് ED വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി കെജ്രിവാൾ നൽകുന്നില്ല എന്നും ED ആരോപിക്കുന്നു. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ കോടതിയിൽ കൂടുതൽ ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് ED നീക്കം. കെജ്രിവാൾ ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കുന്നുണ്ട്. ജയിലിൽ കഴിയുന്ന കെജ്രിവാളിന് യാതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ED കേന്ദ്രങ്ങൾ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് BJP ഉയർത്തുന്ന ആരോപണം. കെജ്രിവാളിന്റെ കോലം കത്തിച്ചും BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നതിനായി ആം ആദ്മി പാർട്ടി വെബ്സൈറ്റ് പുറത്തിറക്കി. രാജ്യത്തെ സംരക്ഷിക്കാനാണ് പോരാട്ടമെന്ന് മന്ത്രി അതിഷി പ്രതികരിച്ചു. सभी आम आदमी पार्टी के नेताओं की और कार्यकर्ताओं की DP कि मोदी का सबसे बड़ा डर केजरीवाल है. तो मैं आज देश के सभी लोगों से अपील करना चाहती हूँ कि आप अगर अरविंद केजरीवाल का समर्थन करते हैं, इस तानाशाही के खिलाफ जो लड़ाई है उसमें अपनी आवाज उठाना चाहते हैं. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് ആം ആദ്മി പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിഷേധ പ്രകടനങ്ങൾ കണക്കിലെടുത്ത് ഡൽഹിയിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 24 ഡൽഹി. കോട്ടയത്ത് NDAയ്ക്കുള്ളിൽ തർക്കം രൂക്ഷം. PC ജോർജിന്റെ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുന്നതാണ് തർക്കത്തിന് കാരണം. ക്ഷണിക്കാത്തത് കൊണ്ടാണ് പരിപാടികൾ പങ്കെടുക്കാത്തത് എന്ന് PC ജോർജ് 24നോട് പറഞ്ഞു. അതേസമയം യാതൊരു പ്രശ്നങ്ങളും NDAയ്ക്കുള്ളിൽ ഇല്ലെന്ന് K സുരേന്ദ്രൻ വ്യക്തമാക്കി. പത്തനംതിട്ട സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്തതിനു പുറമെ കോട്ടയത്ത് BDJ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി വരികയും ചെയ്തത് PC ജോർജിനെ ചൊടിപ്പിച്ചിരുന്നു. പരസ്യ പ്രസ്താവനകളിലൂടെ പ്രശ്നം വഷളായതോടെ BJP നേതൃത്വത്തിന് ഇടപെടേണ്ടി വന്നു. പിന്നാലെയാണ് കോട്ടയം മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ നിന്ന് PC ജോർജിനെ മാറ്റി നിർത്തി തുടങ്ങിയത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് പോലും PCയെ ക്ഷണിച്ചില്ല. പാർലമെന്റ് കൺവെൻഷനിലും തഴഞ്ഞു. ഇത് PCയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. BJPയിൽ നിന്ന് സുരേന്ദ്രൻ പങ്കെടുക്കണമെന്നാണ് BJPയുടെ പാർട്ടി തീരുമാനം. സുരേന്ദ്രനും പ്രാദേശിക നേതാക്കന്മാരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. എന്നോട് പങ്കെടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ പരസ്യ പ്രസ്താവന നടത്തി വെട്ടിലാകാതിരിക്കാൻ PC ജോർജ് ശ്രദ്ധിക്കുന്നുണ്ട്. NDAയിൽ പ്രശ്നങ്ങളില്ലെന്നാണ് K സുരേന്ദ്രൻ പറയുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലും PC ജോർജിനെ പ്രചാരണ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കോട്ടയത്തേക്ക് തുഷാർ പ്രചാരണത്തിന് ക്ഷണിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.
നേരിട്ട് പോയി കാണേണ്ട ആവശ്യമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 24 കോട്ടയം. കിഴക്കമ്പലത്തെ 2020 മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം നടത്തിയത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തെരഞ്ഞെടുപ്പിൽ രക്ഷിതാക്കൾ വോട്ട് ചെയ്യുമെന്ന് വിദ്യാർത്ഥികളിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങുന്നത് നിർത്തിവെക്കാൻ കാസർഗോഡ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഈ മാസം 21-നായിരുന്നു 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് കിഴക്കമ്പലം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോട് ചേർന്ന് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത്. 80% വിലക്കുറവിൽ മരുന്നുകൾ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷമാണ് മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനമെന്ന് ചൂണ്ടിക്കാട്ടി കിഴക്കമ്പലത്തെ പ്രദേശവാസികളിൽ ചിലരാണ് പരാതി നൽകിയത്. ജില്ലാ കളക്ടറുടെ പരിശോധനയിൽ 2020യുടെ ചിഹ്നം ബില്ലിലും മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെട്ട ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിലും ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി. തുടർന്ന് മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടാൻ കളക്ടർ NSK ഉമേഷ് നിർദ്ദേശം നൽകി. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോയും പോസ്റ്ററുകളും സമൂഹമാധ്യമങ്ങളിൽ നിന്നടക്കം പിൻവലിക്കാനും ഉത്തരവുണ്ട്. കാസർഗോഡ് വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം എഴുതി വാങ്ങുന്നത് നിർത്തിവെക്കാൻ ജില്ലാ കളക്ടറും നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി രക്ഷിതാവ് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുവരുത്താൻ സ്കൂളിൽ വിദ്യാർത്ഥികളെക്കൊണ്ട് സത്യവാങ്മൂലം എഴുതി വാങ്ങുന്ന ബോധവൽക്കരണ പരിപാടി വിവാദമായതോടെയാണ് നിർത്തിവെക്കാൻ സ്വീപ് നോഡൽ ഓഫീസർക്ക് ജില്ലാ കളക്ടർ K ഇമ്പശേഖരൻ നിർദ്ദേശം നൽകിയത്. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. CAA പ്രചാരണായുധമാക്കി മുഖ്യമന്ത്രി. ഭരണഘടനാ സംരക്ഷണ റാലിയിൽ RSSനെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി. അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയതെന്ന് RSS ഓർക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു മുസ്ലിം ഉണ്ടാക്കിയതുകൊണ്ട് ആ മുദ്രാവാക്യം വേണ്ടെന്ന് വെക്കുമോ എന്നും മുഖ്യമന്ത്രിയുടെ ചോദ്യം. പ്രസംഗത്തിനെതിരെ BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ RSSനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ഇസ്ലാം മതവിശ്വാസിയായ അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് ഉണ്ടാക്കിയത്. ഒരു മുസ്ലിമിന്റെ സംഭാവനയായതിനാൽ ഈ മുദ്രാവാക്യങ്ങൾ വേണ്ടെന്ന് വെക്കുമോ എന്ന് മുഖ്യമന്ത്രി. അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത്. നാളെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല. പൗരത്വ ഭേദഗതി നിയമം ചട്ടങ്ങൾ വന്നപ്പോൾ പ്രതികരണം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയും സംഘടനാ സെക്രട്ടറി KC വേണുഗോപാലും ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. നേതാക്കളുടെ ഈ ചിരി തീ തിന്നുന്ന കോടിക്കണക്കിന് ആളുകളെ നോക്കിയാണെന്ന് വിമർശനം. വേണുഗോപാൽ അദ്ദേഹം ചിരിക്കുന്നു, ഖാർഗെയും ചിരിക്കുന്നു. ഈ രാജ്യത്തിന് മുന്നിലാണല്ലോ ആ ചിരി. എപ്പോഴാണ് കോടാനുകോടി ജനങ്ങൾ മനസ്സിൽ തീ തിന്നുന്ന ഘട്ടം. പൗരത്വ ഭേദഗതി നിയമത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് നിലപാടില്ല. വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും മിണ്ടിയില്ല. പാർലമെന്റിൽ ചർച്ച നടന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാർ മൂലയ്ക്കിരിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ചടങ്ങിൽ മതസാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, വയനാട്, മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മുസ്ലിം സമുദായത്തിനിടയിൽ ഭയവും വെറുപ്പും ഉണ്ടാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK സുരേന്ദ്രൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിലക്കണമെന്നാണ് ആവശ്യം. 24 മലപ്പുറം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നേതൃത്വത്തെ വെട്ടിലാക്കി CPI ജില്ലാ കൗൺസിൽ അംഗം കോൺഗ്രസിൽ ചേർന്നു. CPI പത്തനംതിട്ട മണ്ഡലം സെക്രട്ടറിയും ജില്ലാ കൗൺസിൽ അംഗവുമായ അബ്ദുൽ ഷുക്കൂറാണ് കോൺഗ്രസിൽ ചേർന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ഭിന്നതയാണ് അബ്ദുൽ ഷുക്കൂറിന്റെ കൂടുമാറ്റത്തിന് കാരണം. CPIയുടെ മണ്ഡലം സമ്മേളനം തെരഞ്ഞെടുത്ത മണ്ഡലം സെക്രട്ടറി കൂടിയാണ് അബ്ദുൽ ഷുക്കൂർ. പത്തനംതിട്ട ജില്ലാ കൗൺസിൽ അംഗവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി CPIയിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നതിനിടെയാണ് ഷുക്കൂറിന്റെ കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റം. പ്രധാന കാരണം സംഘടനാ രംഗത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പാർട്ടി നേതൃത്വമായി വിഷയം എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ പഞ്ചായത്തിൽ CPI കാണിച്ച ഒരു സംവിധാനം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ഒരു പാർട്ടി ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണ്. DCC ഓഫീസിലെത്തിയ അബ്ദുൽ ഷുക്കൂറിനെ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ അടക്കമുള്ള നേതാക്കൾ ഷാളണിയിച്ച് സ്വീകരിച്ചു. രമേശ് ചെന്നിത്തലയുടെ പത്തനംതിട്ടയിലെ വിശ്വസ്തനായ നഹാസ് പത്തനംതിട്ട വഴിയാണ് അബ്ദുൽ ഷുക്കൂറുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയത്. ആന്റണി ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അബ്ദുൽ ഷുക്കൂർ പറഞ്ഞു.
അതേസമയം ജില്ലാ കൗൺസിൽ അംഗത്തിന്റെ പാർട്ടി മാറ്റം സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം നടത്താൻ CPI നേതൃത്വം തയ്യാറായിട്ടില്ല. 24 പത്തനംതിട്ട. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം തടയണമെന്ന പ്രതിപക്ഷ പരാതിയിൽ ഇടപെടാൻ ഒരുങ്ങി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏജൻസികൾക്കും കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ നൽകും. നിഷ്പക്ഷത ഉറപ്പാക്കാൻ നടപടിയുണ്ടാകുമെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യ സഖ്യത്തിന്റെ പരാതിയിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും റെയ്ഡ് അടക്കമുള്ള നടപടികളിലൂടെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമം നടത്തുന്നുവെന്നാണ് പരാതി. ചോദ്യക്കോഴ വിവാദത്തിൽ മഹുവ മൊയ്ത്രയുടെ വസതിയിലെ റെയ്ഡിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസും ഇതേ പരാതി ഇലക്ഷൻ കമ്മീഷന് നൽകിയിരുന്നു. ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടാൻ പരിമിതികളുള്ള പശ്ചാത്തലത്തിൽ നിഷ്പക്ഷത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും കർശന മാർഗനിർദ്ദേശം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. മാർഗനിർദ്ദേശങ്ങളുടെ കരട് തയ്യാറാക്കാൻ ആരംഭിച്ചെന്നാണ് വിവരം. കേന്ദ്ര ഏജൻസിയുടെയും ഉദ്യോഗസ്ഥരുടെയും വാർത്താക്കുറിപ്പുകളിലും പ്രതികരണങ്ങളിലും നിഷ്പക്ഷത ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും സമാനമായ മാർഗനിർദ്ദേശം ഏജൻസികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ വീണ്ടും ഹർഷിന. കൂടെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. തുടർ ചികിത്സ സൗജന്യമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ വേണമെന്ന് ഹർഷിന ആവശ്യപ്പെട്ടു. കടുത്ത വയറുവേദനയെ തുടർന്നാണ് ഹർഷിന ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. CT സ്കാൻ ഉൾപ്പെടെ നിരവധി പരിശോധനകൾ നടത്തി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കുടുംബം കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് തുടർ ചികിത്സ സൗജന്യമാക്കണമെന്ന ഹർഷിനയുടെ ആവശ്യം. എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം. ആ ഒരു തുടർ ചികിത്സക്ക് ഞാൻ അത്രയും വേദന സഹിച്ചുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു പോവുക. കാരണം എനിക്ക് വേദന വരുമ്പോഴേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റിയൊരു സാമ്പത്തികാവസ്ഥ അല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മാക്സിമം സഹിച്ചിട്ട് ഒരു വിധത്തിലും പറ്റാതെ നിൽക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു തുടർ ചികിത്സക്ക് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലോ ആ ഒരു ചികിത്സ സൗജന്യമായിട്ട് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തരണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിനൊരു നീക്കം ഉണ്ടാവണം എന്നുള്ളതാണ്. പോലീസിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചു. അടുത്ത മാസം വിചാരണ ആരംഭിക്കും. പക്ഷേ ആരോഗ്യവകുപ്പ് തന്നെ മറന്നു. നഷ്ടപരിഹാരത്തിന്റെ കാര്യം പോലും സംസാരിക്കുന്നില്ല. താൻ അനുഭവിച്ച ശാരീരിക വേദനയേക്കാൾ വലുതാണ് ആരോഗ്യവകുപ്പിന്റെ അവഗണനയെ തുടർന്നുള്ള ഇപ്പോഴത്തെ മാനസിക വിഷമമെന്നും ഹർഷിന പറഞ്ഞു. മിഥില ബാലൻ, 24 കോഴിക്കോട്. പഴനി റെയിൽവേ സ്റ്റേഷനിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം അയച്ച മലയാളി പിടിയിൽ. എറണാകുളം സ്വദേശി മുരുകേശനാണ് പിടിയിലായത്. എറണാകുളത്തെത്തിയാണ് ദിണ്ടിഗൽ പോലീസ് മുരുകേശനെ പിടികൂടിയത്. ഗസയിൽ ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN രക്ഷാസമിതിയിൽ പ്രമേയം പാസായി. മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി പ്രമേയം വീറ്റോ ചെയ്യാതെ അമേരിക്ക വിട്ടുനിന്നു. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ ചൊല്ലി അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഭിന്നത വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ് US-ന്റെ ഈ നീക്കം. ഗസയിൽ കൂടുതൽ സഹായം എത്തിക്കാൻ അമേരിക്ക ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ഗജവീരൻ മംഗലാംകുന്ന് അയ്യപ്പൻ ചരിഞ്ഞു. മാസങ്ങളായി ചികിത്സയിലായിരുന്നു. തൃശൂർ പൂരം ഉൾപ്പെടെ ഉത്സവപ്പറമ്പുകളിലെ സജീവ സാന്നിധ്യമായിരുന്നു മംഗലാംകുന്ന് അയ്യപ്പൻ. ഇനി നാളത്തെ നോമ്പുതുറ സമയത്തിലേക്ക്. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. കേരള അട്ടിമറിക്കാൻ VD സതീശൻ 150 കോടി രൂപ കോഴ വാങ്ങിയെന്ന PV അൻവർ MLAയുടെ ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പത്തനംതിട്ട മൈലപ്ര സഹകരണ ബാങ്ക് സെക്രട്ടറി ഷാജി ജോർജിന് സസ്പെൻഷൻ. സഹകരണ ബാങ്കിന്റെ പേരിൽ വാണിജ്യ ബാങ്കിൽ നിക്ഷേപിച്ച 1 കോടിയിലധികം രൂപ പിൻവലിച്ചതിനും വിനിയോഗിച്ചതിനും രേഖയില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പശ്ചിമബംഗാളിൽ BJP വെല്ലുവിളിച്ച് തൃണമൂൽ കോൺഗ്രസ്. അഭിഷേക് ബാനർജിക്കെതിരെ BJP നേതാവ് സുവേന്ദു അധികാരി മത്സരിപ്പിക്കാനാണ് വെല്ലുവിളി. മഹാരാഷ്ട്രയിൽ താനയിൽ 9-കാരനായ അയൽവാസി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. വൈകിട്ട് പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്ന കുട്ടിയാണ് സൽമാൻ മൗലവി എന്നയാൾ തട്ടിക്കൊണ്ടുപോയത്. 23 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൂരിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി 5 മാസം പ്രായമുള്ള കുട്ടിക്ക് ദാരുണാന്ത്യം. തലശ്ശേരി സ്വദേശി അനൂപ് നിഷ ദമ്പതികളുടെ മകൾ യാഷികയാണ് മരിച്ചത്. വയനാട് ചെന്നലോട് ബോൾ തൊണ്ടയിൽ കുടുങ്ങി 2.5 വയസ്സുകാരൻ മരിച്ചു. ചെന്നലോട് സ്വദേശി മുഹമ്മദ് ജലീലിന്റെ മകൻ മുഹമ്മദ് അബൂബക്കറാണ് മരിച്ചത്. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയനാട് പടമറയിൽ അജീഷിന്റെ വീട് സന്ദർശിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കാടിനും വന്യമൃഗങ്ങൾക്കും കൊടുക്കുന്ന സംരക്ഷണത്തെക്കാൾ മികച്ച സംരക്ഷണം മനുഷ്യന് നൽകണമെന്ന് മാർ റാഫേൽ തട്ടിൽ ആവശ്യപ്പെട്ടു.
എറണാകുളം കോതമംഗലത്തെ വീട്ടമ്മയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സാറാമ്മയാണ് തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മോഷണശ്രമം നടന്നുവെന്നാണ് നിഗമനം. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.